സത്യം പറഞ്ഞാൽ എത്ര ദുർബലമായ പ്രതീക്ഷകളിലാണ് മനുഷ്യരുടെ ജീവിതം ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. യാതൊരു പ്രതീക്ഷയ്ക്കും അവകാശമില്ല എന്നറിയുന്ന സമയത്തും നമ്മൾ എന്തെങ്കിലും ആ ഒരു മരുപ്പച്ച കണ്ടെത്തുകയും അത് ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാകും എന്ന് വിചാരിക്കുകയും ചെയ്യും. മൂക്കറ്റം കടത്തിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നുണ്ടല്ലേ, അവരുടെ വിചാരം ഈ ലോട്ടറി അടിക്കും, ആ പൈസ കിട്ടും, അതിലെ സമ്മാന നികുതിയും ആദായ നികുതിയും കഴിഞ്ഞ് ബാക്കി പൈസ കയ്യിൽ കിട്ടും, അതുകൊണ്ടുപോയിട്ട് കോപ്പറേറ്റീവ് ബാങ്കിലെ വായ്പ അടച്ച് തീർക്കാം, അല്ലെങ്കിൽ ബ്ലേഡ് കമ്പനിക്കാരുടെ അടുത്ത് കിടപ്പാടം പണയം വെച്ച് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നൊക്കെയാണ്. പക്ഷേ നമുക്കറിയാം, അവർക്ക് തന്നെ ഉള്ളുകൊണ്ടറിയാം ലോട്ടറി അടിക്കും, ഇവർക്കായിരിക്കില്ല വേറെ ആർക്കെങ്കിലും ആയിരിക്കും എന്നുള്ള കാര്യം. എന്ന് കരുതി നമ്മൾ അടുത്ത തവണ ലോട്ടറി ടിക്കറ്റ് എടുക്കാതിരിക്കുമോ? അടുത്ത തവണ വീണ്ടും എടുക്കും. അപ്പോൾ ഇതാണ് മനുഷ്യ സ്വഭാവം. അത് ഞാനൊരു ഫിലോസോഫിക്കലായിട്ട് പറയല്ല, പൊതുവെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ തീരും, അപ്പോൾ ഒരു നല്ല നാളെ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ്, എന്ന പ്രത്യാശയാണ്. സുഗതകുമാരിയുടെ ഒരു കവിത തന്നെയുണ്ട്, ഏതാണ് പാവം മാനവഹൃദയം എന്ന് പറഞ്ഞ്. ആ കവിതയിൽ അവർ ഈ ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പാവം മാനവഹൃദയം ഇന്നല്ലെങ്കിൽ നാളെ ഒരു നന്മ ഉണ്ടാകും, ഒരു പുരോഗതി ഉണ്ടാകും, ലാഭമുണ്ടാകും, നഷ്ടം നികലും എന്നൊക്കെ ഉള്ള വിശ്വാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയക്കാരുടെ കാര്യത്തിലും വളരെ കൃത്യമാണ്. രാഷ്ട്രീയത്തിൽ ഒരു കാര്യത്തിലും നമുക്ക് ഉറപ്പില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരൊക്കെ വിചാരിക്കും ഞാൻ ജയിക്കും, ഞാൻ MLA ആവും, MLA ആയി പിന്നെ മന്ത്രിയാവും, മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയാവും, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാവും, UN സെക്രട്ടറി ജനറൽ ആവും എന്നൊക്കെയാണ്. പക്ഷേ ഇതൊന്നും ആവില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റുപോകും എന്നുള്ളത് ചരിത്രമാണ്, ലോക നിയമമാണ്. അങ്ങനെയല്ലേ പിന്നെ ജനാധിപത്യത്തിന് യാതൊരു അർത്ഥമില്ലാത്ത അവസ്ഥ വരും. അത് രാഷ്ട്രീയക്കാരെ പക്ഷേ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യാശ ഒരിക്കലും കൈവിടാൻ പറ്റുകയില്ല. നമ്മുടെ കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ നോക്കിയാൽ മതി. പുള്ളി ഒരുപാട് കഴിവുകളുള്ള മനുഷ്യനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പോസ്റ്റിലിരിക്കാൻ പുള്ളി സർവ്വതാ സന്നദ്ധനാണ്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കണ്ടേ? അതാണ് പ്രശ്നം. 2023 അതേ ലോകത്തോട് പറഞ്ഞാണ്, അടുത്ത വർഷം നരേന്ദ്രമോദി പതാക ഉയർത്തുന്നത് സ്വന്തം വീട്ടിലായിരിക്കും എന്ന്. അതായത് ചെങ്കോട്ടയിലായിരിക്കില്ല, ചെങ്കോട്ടയിൽ ഖാർഗെ ആയിരിക്കും, അല്ലെങ്കിൽ ഖാർഗെയുടെ കാണപ്പെട്ട ദൈവമായിട്ടുള്ള സാക്ഷാൽ രാഹുൽ ഗാന്ധി ആയിരിക്കും സ്വാതന്ത്ര്യത്തിന് പതാക ഉയർത്തുക എന്നാണ് പുള്ളി വിചാരിച്ചത്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. ജനങ്ങൾ വീണ്ടും കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ പുള്ളി നരേന്ദ്രമോദിയെ വിജയിപ്പിച്ചു. അങ്ങനെ മോഡി തന്നെ 24-ലും 25-ലും 26-ലും പതാക ഉയർത്തി എന്ന് കരുതി കോൺഗ്രസ്സുകാർ ആശ കൈവിടാൻ തയ്യാറാണോ? ഒരിക്കലുമല്ല. കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടാനോ അല്ലെങ്കിൽ ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് കുടുംബത്ത് പോയിരിക്കാനോ തയ്യാറാണോ? ഇപ്പോൾ ഖാർഗെക്ക് തന്നെ പൈസ അത്രേ. ഈ പ്രായത്തിലും പുള്ളി രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്താ വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ല അവസ്ഥ ഉണ്ടാകും. 2014 കൈവിട്ടുപോയ അധികാരം 24 കിട്ടിയില്ല, 29 കിട്ടും. കിട്ടിയിട്ട് അതിൻ്റെ അന്ന് 10 കാശുണ്ടാക്കാം എന്ന പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ്. ഇത് തന്നെയാണ് നമ്മുടെ വേണുവിൻ്റെ സ്ഥിതി. വേണു എന്ന് പറഞ്ഞാൽ അറിയാലോ, സാക്ഷാൽ വേണു, അതായത് KC വേണുഗോപാൽ, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന ആളാണ്. അതിനുവേണ്ട സകല സജ്ജീകരണങ്ങളും ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ വ്യത്യാസമില്ല, സംഗതി കയ്യിൽ നിന്ന് പോയി. ഈ ഘടകകക്ഷികളെന്ന് പറഞ്ഞാൽ പരമനീചന്മാരെല്ലാം കൂടി ഗൂഢാലോചന നടത്തി VD സതീശനെ മുഖ്യമന്ത്രിയാക്കി. എന്ന് കരുതി വേണുവിന് നിരാശയുണ്ടോ? നിരാശയുണ്ട്, പക്ഷേ അത് പുറത്തു പറയാൻ പറ്റില്ല. അദ്ദേഹം ഇപ്പോൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രത്യാശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ 2029 വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ പിന്തുണയോടോ കേന്ദ്രത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കുകയാണെങ്കിൽ സാക്ഷാൽ രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാൽ അതിൻ്റെ തൊട്ടടുത്ത പോസ്റ്റ് ആർക്ക് കിട്ടും? KC വേണുഗോപാലിന് കിട്ടും. KC വേണുഗോപാൽ അപ്പോഴും ആലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MP ആയിരിക്കും. അത് ആലപ്പുഴ MP വെറൊരു MP ആയിരിക്കേണ്ട ആളല്ല. കേന്ദ്രത്തിൽ ഒന്നുകിൽ നമ്മുടെ ധനകാര്യമന്ത്രി ആയിരിക്കും, അതല്ലെങ്കിൽ രാജ്യരക്ഷാ മന്ത്രി ആയിരിക്കും, അതല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പായിരിക്കും. ഈ പറഞ്ഞ മൂന്നിലൊരു വകുപ്പിൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടിയിട്ട് വേണു കേന്ദ്രമന്ത്രിയാവും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഭൂരിപക്ഷം കിട്ടണം, അതാണ് പ്രധാനം. ഭൂരിപക്ഷം എതിർ പാർട്ടിക്കാണ് കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിനല്ല കിട്ടുന്നെങ്കിൽ
കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കല്ല കിട്ടുന്നെങ്കിൽ ഈ പറഞ്ഞ ഒന്നും സംഭവിക്കുകയില്ല. രാഹുൽ ഗാന്ധി ഇങ്ങനെ നിത്യനിയുക്ത പ്രധാനമന്ത്രിയായിട്ട് തുടരും. KC വേണുഗോപാൽ നിത്യനിയുക്ത പ്രതിരോധ മന്ത്രിയായിട്ടും വിദേശകാര്യമന്ത്രിയായിട്ട് തുടരും. അതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല എന്ന് കരുതി പ്രതീക്ഷ കൈവിടാൻ പറ്റുകയില്ല. പ്രതീക്ഷ കൈവിടാതിരിക്കണമെന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. 2029 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും. കടലാസുള്ളവർ കുറിച്ച് വെച്ചോളൂ, കടലാസില്ലാത്തവർ മനസ്സിൽ കുറിച്ചോളൂ. മറക്കാതിരിക്കൂ, മനസ്സിൽ കുറിക്കൂ. 2029 എന്നൊരു വർഷമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ് നയിക്കുന്ന UPAക്ക് കേവല ഭൂരിപക്ഷം കിട്ടും, ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും. ചിലപ്പോൾ 3-2 ഭൂരിപക്ഷം തന്നെ കിട്ടാനും മതി, പോരായില്ല. അങ്ങനെയാണെങ്കിൽ ആര് പ്രധാനമന്ത്രിയാവും? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും വിദേശകാര്യമന്ത്രിയാവുക, അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയാവുക, അതുപോലെ രാജ്യരക്ഷാ മന്ത്രി എങ്കിലും ആകുക എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ കൃത്യമാണ്. അത് KC വേണുഗോപാൽ എന്നാണ്. അങ്ങനെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളുടെ മാനസികാവസ്ഥയിലാണ് പാവം വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന ലോട്ടറി ടിക്കറ്റ് പുള്ളിക്ക് വേണ്ടി മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ രാഹുൽ ഗാന്ധിക്കും അതുപോലെ അവനവന് വേണ്ടിയിട്ട് കൂടിയാണ്. ഏതായാലും ഇനി വേണു തിരുവനന്തപുരത്ത് വരുന്നത് കേന്ദ്രമന്ത്രിയായിട്ടായിരിക്കും. അപ്പോൾ വലിയ ആചാരപെട്ടികളോടുകൂടിയിട്ട് അദ്ദേഹത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കേരള ഗവർണറും മറ്റുമൊക്കെ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, ആനയിച്ച് രാജ്ഭവനിലേക്ക് കൊണ്ടുപോകുന്നതുമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ മനോമുഖരത്തിൽ കാണുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്ന സന്തോഷത്തിൽ ഞാനും പങ്കുചേർന്നു. മനോരാജ്യത്തിൽ എന്തിനാണ് അർദ്ധരാജ്യം? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയും KC വേണുഗോപാൽ ധനകാര്യമന്ത്രിയും ഉള്ള ഒരു ക്യാബിനറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് താമസം വിന 2029 മുമ്പ് തന്നെ പറ്റുമെങ്കിൽ അത് സാധ്യതമാകട്ടെ എന്ന് ജഗന്നിയന്താവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും.